രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവം ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വി.കെ. ശ്രീകണ്ഠൻ MP അടൂരിലെത്തി കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. 40 മിനിറ്റ് നേരമാണ് ചർച്ച നടന്നത് അടൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വി.കെ. ശ്രീകണ്ഠൻ വഴിക്ക് വെച്ച് കണ്ടതല്ല. രണ്ടുപേരും ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ യാദൃശ്ചികമായി കണ്ടുമുട്ടിയതല്ല. നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച കൂടിക്കാഴ്ച. വി.കെ. ശ്രീകണ്ഠൻ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാൻ അടൂർ വരെ എത്തുന്നു. ഇത്രമാത്രം പ്രാധാന്യം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാൻ, ചർച്ച നടത്താൻ? അതിലാണ് രാഷ്ട്രീയം. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചർച്ച നടത്തി പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കണം എന്ന് ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതൃത്വവും വി.കെ. ശ്രീകണ്ഠനോട് പറഞ്ഞു. വി.കെ. ശ്രീകണ്ഠനെ ചുമതല ഏൽപ്പിച്ചു. അതുപ്രകാരമാണ് കൂടിക്കാഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയുണ്ട്. പലരും പറയുന്നുണ്ട് സ്വതന്ത്രനായി മത്സരിക്കണം എന്ന്. അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ട് തന്നെ മത്സരിപ്പിക്കണം എന്ന് പറയുന്നവരുമുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ. മത്സരിപ്പിക്കണം എന്ന് പറയുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അതിന് പിന്തുണ നൽകിക്കൊണ്ട് കൂടെയുണ്ട് സണ്ണി ജോസഫ്. സണ്ണി ജോസഫിന് പിന്തുണ ഹൈക്കമാൻഡിൽ നിന്നുമുണ്ട്. പിന്തുണക്കുന്നത് മറ്റാരുമല്ല, കെ.സി. വേണുഗോപാൽ തന്നെയാണ്. കെ.സി. വേണുഗോപാലിൻ്റെ പടയാളികളായി രംഗത്ത് വരാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു കോൺഗ്രസിലെ ഈ യുവതുർക്കികൾ, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ളവർ. അപ്പോഴാണ് ബലാത്സംഗ കേസ് വരുന്നത്. 1 അല്ല 2 അല്ല 3 കേസുകൾ. ഈ കേസിനെ തുടർന്നാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. പുറത്താക്കേണ്ട കാര്യമുണ്ടോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. പുറത്താക്കിയത് വി.ഡി. സതീശൻ ഇടപെട്ടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന് എതിരെ ചില നീക്കങ്ങൾ കോൺഗ്രസിനകത്ത് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുന്നിൽ നിർത്തി. ബലാത്സംഗ കേസല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ കാരണം. വി.ഡി. സതീശന്റെ ഇടം വലം കൈയായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അവിടെ നിന്ന് ഒരു രാത്രി വെളുക്കുമ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ പക്ഷത്തേക്ക് ചേർന്നു. അപ്പോഴാണ് പ്രതികാര ബുദ്ധി ഉണർന്നത് വി.ഡി. സതീശന്റെ. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ കിട്ടിയ ആയുധം ഉപയോഗിച്ച് കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് അനുഭാവമുള്ളവർ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. അവരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചർച്ച നടത്താൻ വി.കെ. ശ്രീകണ്ഠനെ ചുമതലപ്പെടുത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാം. ഇതാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുന്നിൽ വെക്കുന്ന ഉപാധി. എന്നാൽ ഞാൻ തന്നെ മത്സരിക്കും എന്ന നിലപാട് എടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കട്ടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട എന്ന ചർച്ചകൾ കോൺഗ്രസിനകത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൊരു അന്തിമ തീരുമാനം ഇതുവരെയും കോൺഗ്രസ് എടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്നും പാർട്ടി തന്നെ പിന്തുണക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും കോൺഗ്രസിൽ? ചിലപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൽ വലിയ ഭയമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്. കോൺഗ്രസ് നേതാക്കളുടെ അരമന രഹസ്യം അറിയുന്ന ആൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇത്ര ധൈര്യം. കോൺഗ്രസ് എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ കേസൊന്ന് തടുത്താൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാം, അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ MLA സ്ഥാനം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. മത്സരിക്കും, ജയിക്കും, ജയിച്ച് MLA ആകും, അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ തിരിച്ചു വരും. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്. മത്സരിക്കാതിരുന്നാൽ, മാറി നിന്നാൽ അന്ന് തീർന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ജീവിതം. അതുകൊണ്ട് അങ്ങനെയൊരു അവസാനിപ്പിക്കൽ നടക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സര രംഗത്ത് ഉണ്ടാകും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും. ഇതാണ് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്. അതിൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തണമെന്ന് ഒരു വിഭാഗം വി.കെ. ശ്രീകണ്ഠനോട് പറഞ്ഞത്. അതനുസരിച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യം നിലപാട് വി.കെ. ശ്രീകണ്ഠനോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ മത്സരിക്കും സ്വതന്ത്രനായി. കോൺഗ്രസ് ടിക്കറ്റ് തന്നില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും.
ഇത് പറയുന്നു. ജയിച്ചില്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവതാളത്തിലാകും. അതുകൊണ്ട് ജയിക്കുക എന്നതിൽ കുറഞ്ഞ് മറ്റൊന്നും എൻ്റെ മുന്നിലില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കും. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മറ്റൊരു തീരുമാനം എടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് കഴിയില്ല.